ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ലോകം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ 3 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ 3 എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഓരോ സസ്യജാലങ്ങളുടെയും ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ഈ സസ്യജാലങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തപ്പെട്ടതാണ്. അപ്പോൾ സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. അപ്പോൾ സസ്യജാലങ്ങളൊക്കെ ഇങ്ങനെ വ്യത്യസ്തപ്പെട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിന് കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? കാലാവസ്ഥാ മേഖലകൾ. ഓക്കെ, നമ്മൾ വൻകരകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ വൻകരകളിലെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. നോക്കിക്കേ, കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട പോയിന്റ് ഒക്കെ നമുക്ക് ക്രോഡീകരിച്ച് നോക്കാം. സസ്യജാലങ്ങളിൽ കണ്ട വൈവിധ്യത്തിന് കാരണം എന്തായിരുന്നു? കാലാവസ്ഥാ സവിശേഷതകളാണ്. സസ്യജാലങ്ങളിൽ എന്ന പോലെ ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലും ഇത്തരത്തിൽ എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ തുടങ്ങിയവയിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? കാലാവസ്ഥാ മേഖലകൾ. ലോകത്ത് വിവിധ കാലാവസ്ഥാ മേഖലകളുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഈ ഒരു ഭൂപടം കാണിച്ചേക്കുന്നത്. എന്താണ്? ലോക കാലാവസ്ഥാ മേഖലകളാണ്. കണ്ടോ, നമ്മൾ വൻകരകൾ പഠിച്ചിട്ടുണ്ട്. ഓരോ വൻകരകളിലും വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകളുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. നോക്കിക്കേ, ലോകത്തിലെ പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ, മൺസൂൺ കാലാവസ്ഥാ മേഖല, ഉഷ്ണമേഖലാ പുൽപ്രദേശങ്ങൾ, ഉഷ്ണമരുഭൂമികൾ, മെഡിറ്ററേനിയൻ മേഖല, ചൈന ടൈപ്പ് കാലാവസ്ഥാ മേഖല, മിതോഷ്ണ പുൽപ്രദേശങ്ങൾ, ടൈഗ മേഖല, തുന്ദ്ര മേഖല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുണ്ട്, അതുപോലെ തന്നെ ഉഷ്ണമരുഭൂമികളുണ്ട്, തുന്ദ്ര മേഖലയുണ്ട്. അപ്പോൾ ഈ 3 മേഖലകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ. ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഉയരം കുറഞ്ഞവരാണ്. അതോടൊപ്പം ശരീരത്തിന് എങ്ങനെയാണ്? ഇരുണ്ട നിറമാണ്. കസാവ, മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിന്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുകൾ ഉണ്ടാക്കുന്നു. വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ചിത്രമുണ്ട്, അവരുടെ വീട് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. നോക്കിക്കേ, വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്നു വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ അവരുടെ വീട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഓല കൊണ്ട് മേഞ്ഞ അർദ്ധവൃത്താകൃതിയിലുള്ള വീട്. ഓക്കെ, ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത ഒരേപോലെയല്ല. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. ഈ പറയുന്ന സവിശേഷതകളുടെ കാരണം എന്താണ്? ഭൂമധ്യ രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. നോക്കിക്കേ, തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. ഓക്കെ,
കോങ്കോ നദീതടത്തിൽ താമസിക്കുന്നവരെ പോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇതേപോലെ സവിശേഷത നിലനിൽക്കുന്നു. ഓക്കെ, ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനത്തിൽ വസിക്കുന്നവരാണ്. ഓക്കെ, ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക്. മേൽ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? മേൽ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം എങ്ങനെയാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, മധ്യരേഖ കാലാവസ്ഥാ മേഖല കാണിച്ചേക്കുന്ന ചിത്രം ഇത്. ഇവിടെ ആമസോൺ നദീതടവും അതുപോലെ തന്നെ കോങ്കോ നദീതടം, മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പോയിന്റ് ക്രോഡീകരിച്ച് നോക്കാം. ആഫ്രിക്കയിലെ കോങ്കോ നദീതടം, തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ മേഖലകളിലാണ് മധ്യരേഖ കാലാവസ്ഥ പ്രധാനമായും അനുഭവപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം കോങ്കോ നദീതടത്തിന് സമാനമായ കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ, ജനജീവിതം തുടങ്ങിയവ നിലനിൽക്കുന്നു. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക്, ഡാനീസ് തുടങ്ങിയ മനുഷ്യവർഗ്ഗങ്ങളുടെ ജീവിത രീതി പിഗ്മികളുടേതിന് സമാനമാണ്. മേൽപ്പറഞ്ഞ മേഖലകളെല്ലാം എങ്ങനെയാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇലപൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങളെന്ന് വിളിക്കുന്നു. ഓക്കെ, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൽക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്കുട്ടൻ തുടങ്ങിയ കുരങ്ങുവർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. ഇവിടെ ഇഴജന്തുക്കളുടെയൊക്കെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം വേഴാമ്പല്, തത്ത, ആൾക്കുരങ്ങ്, ഒറാങ്കുട്ടൻ, ലെമർ, ഓക്കെ, അതിൻ്റെയൊക്കെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. ഓക്കെ, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. നോക്കിക്കേ, മലേഷ്യയിലെ ക്വാലലംപൂർ നഗരമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി നോക്കിക്കേ, ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. എന്താണ്? ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വളരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധയിനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാറഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ,
ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിത രീതിയാണ് ഇവരുടേത്. ഓക്കെ, ഇവിടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. ഇവിടെ ഉഷ്ണമരുഭൂമികളുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മൊഹേവ്, അറ്റക്കാമ, കലഹാരി, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറേബ്യൻ, ദാർ, സഹാറ. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമികളും വൻകരകളും എവിടെ നിന്നാണ് നമ്മൾ നോക്കണം. സഹാറ ആഫ്രിക്ക, കലഹാരി ആഫ്രിക്ക വൻകരയിലാണ്, അറേബ്യൻ മരുഭൂമി ഏഷ്യ വൻകരയിലാണ്, ദാർ ഏഷ്യ വൻകരയിലാണ്, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ആസ്ട്രേലിയ, അറ്റക്കാമ തെക്കേ അമേരിക്ക, മൊഹേവ് വടക്കേ അമേരിക്ക. ഓക്കെ, നോക്കിക്കേ, മരുഭൂമിയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾച്ചെടി, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടി, അക്കേഷ്യ. കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് ഇലകളില്ല, മാംസളമായ കാണ്ഡമാണ് അവയ്ക്കുള്ളത്. എന്തുകൊണ്ടാണ്? ഇലകളില്ലാത്തത് ജലനഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങൾ ഉള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. അവയുടെയൊക്കെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണപ്പെടുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ടു കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഇവിടെ മരുപ്പച്ചയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യപ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. നോക്കിയേ, മരുപ്പച്ചകൾ മരുഭൂമികളിൽ കാറ്റിന്റെ ഘാതന പ്രക്രിയയിലൂടെ സ്വാഭാവികമായി രൂപം കൊള്ളുന്ന അഗാധ തടങ്ങൾ ജലാശയങ്ങളായി രൂപം കൊള്ളുന്നു. ഉഷ്ണമരുഭൂമികളിലെ ജലലഭ്യമായ ഇത്തരം പ്രദേശങ്ങളെ ചുറ്റിപ്പറ്റി ജൈവ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുന്നു. ജലലഭ്യതയും കൃഷിയോഗ്യമായ സാഹചര്യങ്ങളും കൊണ്ട് ഇത്തരം പ്രദേശങ്ങളാണ് മരുഭൂമികളിൽ സ്ഥിരം മനുഷ്യവാസമുള്ള മേഖലകളായി മാറിയിട്ടുള്ളത്. എല്ലാ ഉഷ്ണമരുഭൂമികളിലും ഇത്തരം ആവാസ മേഖലകളുണ്ട്. ഇവയെ മരുപ്പച്ച എന്ന് വിളിക്കുന്നു. ധാതു നിക്ഷേപങ്ങളിലെ ഖനനപ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇവിടെ സൗദി അറേബ്യൻ നഗരമായ റിയാദിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ഈ നഗരങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് ആധാരം. ഇനി നോക്കിക്കേ, ഈജിപ്ത് നൈലിന്റെ ദാനം. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം എന്താണ്? മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം.
നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തമെന്നും വിശേഷിപ്പിക്കുന്നു. നൈലിനെ എങ്ങനെയാണ് ഈജിപ്തിൻ്റെ ജീവരക്തമെന്നും അതുപോലെ തന്നെ നൈലിൻ്റെ ദാനമെന്ന് ഈജിപ്തിനെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കാനുള്ള ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണ രീതിയിലെ പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ്, അവിടെ എപ്പോഴും കാറ്റുണ്ട്, അതുപോലെ തന്നെ എപ്പോഴും മരുഭൂമിയിൽ ആ പൊടി പറന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം എന്താണ്, വളരെ ചൂടാണല്ലേ. ഓക്കെ, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ പ്രധാന മൃഗം ഏതാണ്? നമുക്കറിയാം, ഒട്ടകമാണ്. ചുമട് കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് എന്ത് പ്രത്യേകതയുള്ളത്? ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇത് കൂടാതെ ശരീരതാപനില മിതമായി നിലനിർത്താനുള്ള കഴിവുകൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് അനുകൂലിച്ച് ജീവിക്കാൻ അവയ്ക്ക് കഴിവുണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ് അത്? ഇഗ്ലൂവിൻ്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. എന്താണ്? മഞ്ഞുരുകാത്ത നാട്ടിൽ. നമുക്ക് വായിച്ചു നോക്കാം. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസ സ്ഥലങ്ങളാണിത്. ഇഗ്ലൂ എന്നാണ് ഇതിന് പേര്. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായ 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളകളിൽ മറ്റ് സമൂഹങ്ങളുമായി അവശ്യ സാധനങ്ങൾ കൈമാറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് ഇവർ വീടുകൾ നിർമ്മിക്കാറുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇന്യൂട്ടുകളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? നോക്കിക്കേ, ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലൂവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ട പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ പെടും. ഇതായുടെ ചിത്രത്തിൽ കാണുന്നുണ്ട്. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇന്യൂട്ടുകൾ ഈ മേഖലകളിൽ സാധാരണമാണ്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖല എങ്ങനെ അറിയപ്പെടുന്നത്? തുന്ദ്ര മേഖല എന്ന് വിളിക്കുന്നു. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. നോക്കിക്കേ, തുന്ദ്ര കാലാവസ്ഥാ മേഖലയുടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? റെഡ് കളറിൽ അടയാളപ്പെടുത്തിയേക്കുന്നതൊക്കെ തുന്ദ്ര മേഖലയാണ്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്നു. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. കണ്ടോ, ഇവിടെ ധ്രുവക്കരടിയുടെയും തിമിംഗലത്തിൻ്റെയും നീർനായയുടെയും റെയിൻഡിയറിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ പഠിച്ച 3 മേഖലകളെ ഇവിടെ ക്രോഡീകരിച്ച് പറഞ്ഞേക്കുവാണ്. മധ്യരേഖ കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, അതുപോലെ തന്നെ തുന്ദ്ര മേഖല. അപ്പോൾ അതിൻ്റെ അക്ഷാംശ വ്യാപ്തിയും സസ്യങ്ങൾ, ജന്തുക്കൾ, ജനജീവിതം ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ.
ഭൂമിയിലെ വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായ 3 കാലാവസ്ഥാ മേഖലകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് താപീയ മേഖലകൾ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നോക്കിക്കേ, താപീയ മേഖലകളെ കുറിച്ച് നോക്കാം. ഭൂമധ്യരേഖ, ഉത്തരായന ദക്ഷിണായന രേഖകൾ, ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങൾ എന്നീ അക്ഷാംശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് താപീയ മേഖലകൾ തരം തിരിച്ചിട്ടുള്ളതെങ്കിലും കാലാവസ്ഥാ മേഖലകളുടെ വർഗീകരണത്തിന് 0 ഡിഗ്രി, 30 ഡിഗ്രി, 65 ഡിഗ്രി എന്നീ അക്ഷാംശങ്ങളെയാണ് അടിസ്ഥാന അക്ഷാംശങ്ങളായി പരിഗണിച്ചു പോരുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് മധ്യരേഖ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത് 10 ഡിഗ്രി ടു നോർത്ത്, 10 ഡിഗ്രി സൗത്ത് ആണെന്നല്ലേ. അപ്പോൾ അവിടുത്തെ താപീയ മേഖല എന്ന് പറയുന്നത് ഏതാണ്? ഉഷ്ണമേഖലയാണ് അല്ലേ. ഉഷ്ണമേഖലയിലായിട്ടാണ് ഏത് വരുന്നത്? മധ്യരേഖ കാലാവസ്ഥ മേഖല 10 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത്. അതുപോലെ തന്നെ അടുത്തത് ഏതാണ് നമ്മൾ പഠിച്ചത്? ഉഷ്ണ മരുഭൂമികളല്ലേ. അതിൻ്റെ അക്ഷാംശ വ്യാപ്തി എങ്ങനെയാണ്? 20 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി സൗത്ത് അല്ലേ. അപ്പോൾ അതും വരുന്നത് ഏതിലാണ്? ഉഷ്ണമേഖലയിലാണ്. പിന്നെ തുന്ദ്ര മേഖല പഠിച്ചു. തുന്ദ്ര മേഖലയുടെ അക്ഷാംശ വ്യാപ്തി എങ്ങനെയാണ് വരുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 ഡിഗ്രി നോർത്ത് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് 65 ഡിഗ്രി വടക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ 66.5 ഡിഗ്രി നോർത്താണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ധ്രുവങ്ങളെ ചുറ്റി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏത് താപീയ മേഖലയാണ്? ശൈത്യ മേഖല. ഓക്കെ. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം പ്രത്യേകം നോക്കണം. ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. അപ്പോൾ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം, അതുപോലെ തന്നെ സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ന് നോക്കിക്കേ, കാലാവസ്ഥാ മേഖല, താപീയ മേഖല ഏതൊക്കെയാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖല, ഉഷ്ണമേഖല, ഉഷ്ണ മരുഭൂമികൾ, ഉഷ്ണമേഖല, തുന്ദ്ര കാലാവസ്ഥാ മേഖല, ശൈത്യമേഖല. ഓക്കെ. വൈവിധ്യങ്ങൾ തന്നെയാണ് ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യവും സമ്പത്തും. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി ക്രോഡീകരിച്ച് പറഞ്ഞേക്കുന്നത് നോക്കാം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തനതായ സവിശേഷതകളുണ്ട്. സൗരോർജ്ജ ലഭ്യതയെ അടിസ്ഥാനമാക്കി ഭൗമ ഉപരിതലത്തെ വിവിധ താപീയ മേഖലകളായി തരംതിരിക്കാം. ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ താപീയ മേഖലകൾക്കുള്ളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നു. നമ്മളത് കണ്ടായിരുന്നു. ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.